ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ തിരിച്ചടി. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 14-ന് വിധി പറയും. എ പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തത് ദൈവതുല്യനായ വ്യക്തിയെ സംരക്ഷിക്കാനാണോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM-നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് എ പത്മകുമാറിനെതിരെയുള്ള ആരോപണം കടുപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ കണ്ടെത്തിയിട്ടും CPM പത്മകുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം ഇതിന്റെ ഭാഗമാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണം. എന്നിട്ടും CPM ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റു നേതാക്കളെയും സംരക്ഷിക്കുകയാണ്. അതേസമയം ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. SIT വാദങ്ങൾ ശരിവെച്ച കോടതി നിലവിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. 80 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ ജാമ്യം വേണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. എന്നാൽ മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂട്ടർ സിജു രാജൻ SITക്ക് വേണ്ടി ചൂണ്ടിക്കാട്ടി. ഈ മാസം 14-ന് ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.